മദ്ദളകേളി എന്നൊരു ഐറ്റം കേട്ടിട്ടുണ്ടോ അക്ഷയ? ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ആ മത്സരത്തിൽ എ ഗ്രേഡ് കിട്ടിയ കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ ഇപ്പൊ വെറുതെ അല്ലല്ലേ, എല്ലാ ഐറ്റത്തിലുണ്ട്. അതാണ് കണ്ണൂരിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പ്രഖ്യാപിച്ചു. മക്കളെ കണ്ണൂർ ഭരണശ്ശേരി ടൗൺ തന്നെ. സ്കൂൾ ഏതാ? സെന്റ് ട്രീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ആംഗ്ലോ ഇന്ത്യനോ? സെന്റ് ട്രീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് അവർ വരുന്നത്. യെസ്, നമുക്ക് ഈ മദ്ദളകേളി എന്താണെന്നൊന്ന് കണ്ടതിന് ശേഷം ബാക്കിയോട് സംസാരിക്കാം. അതെ, പേര് ചോദിക്കണം, എല്ലാം അറിയണം. തുടങ്ങോ. ശരി, നിങ്ങൾ 4 പേരാണോ ഈ ഐറ്റത്തിന്? അതിൽ അക്ഷയ, ഈ സമീര എന്റെ ക്ലാസ്മേറ്റിന്റെ എന്റെ വളരെ അടുത്ത സുഹൃത്തിന്റെ മകളാണ്. അങ്ങനെ ഒരു ബന്ധമുണ്ട്. സമീര അഭിലാഷ് മോഹന്റെ പ്രായം കൂടി എല്ലാവർക്കും. ഏത് ക്ലാസ്സിലാ മോളെ? 10th. എത്ര വയസ്സായി? 15. ഓക്കെ. അപ്പോ ഇവരെ കണ്ണൂരിന്റെ പുലിക്കുട്ടികളാണ്, ചുണക്കുട്ടികളാണ്. ഇയാളുടെ പേരെന്താ? കാർത്തിക. ഇതൊക്കെ സമീരയുടെ ക്ലാസ്മേറ്റ്സ് ആണ്. സ്കൂളിലാണോ പഠിച്ചേ? ആദ്യമായിട്ടാണോ തിരുവനന്തപുരത്ത് വന്നത്? എങ്ങനെയുണ്ട് കലോത്സവം? എങ്ങനെയുണ്ട്? നല്ല. ഈ സമീരന്റെ അമ്മ സ്കൂളിലാണോ ഒപ്പം പഠിച്ചേ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. അതുപോലെ ഉണ്ടോ കാണാൻ വേണ്ടി? ഏതാണ്ട് പഴയ കുട്ടിക്കാലൊക്കെ ഓർമ്മ. പേരെന്താ? ഏമി. ദേവ്ന. മോളുടെ പേരെന്താ? കാർത്തിക. കാർത്തിക പറഞ്ഞു നേരത്തെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവരെല്ലാരും ചെയ്യുമ്പോ ചിരിക്കുന്നില്ല, ചിരിക്കൂലേ ഇതിൽ നിങ്ങള്? ഭയങ്കര ഗൗരവം, ചുണ്ടെല്ലാരും ഒരേ ആക്ഷനിലായിരുന്നു, ഒരേ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. സംഭവിച്ചു പോയതാണ്. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ മത്സരത്തിന് സ്റ്റേറ്റിൽ വരുന്നത്? അല്ല, കുറെ കാലമായി. സ്ഥിരമായിട്ട് നിങ്ങളുടെ സ്കൂളാണ്? നമുക്ക് ഈ ചെണ്ടയിൽ വേറെ എന്തെങ്കിലും കൊട്ടിത്തരാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും അറിയോ? അറിയാം, ഒന്ന് അടിപൊളി സാധനം കൊട്ടിക്ക്. ഇവിടെ എല്ലാരും ഒന്ന് ഉണരട്ടെ. ഒരുമിച്ച്. ഓക്കെ, താങ്ക് യു. നമ്മൾ പറഞ്ഞു, അവരപ്പം തന്നെ കൊട്ടി തന്നു. അടിപൊളി. അപ്പോ ഇനിയും അടുത്ത കലോത്സവങ്ങളിൽ നിങ്ങളെ കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.